കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിഥുന പബ്ലിക്കേഴ്സിന്റെ 30ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഓസിതാർ സാറിന് പ്രഥമ ഗാനാമൃത പുരസ്കാരം നൽകി ആദരിക്കുന്നത് നടനും കഥാകൃത്തും സംവിധായകനുമായ പ്രമോദ് മണ്ണിൽത്തൊടിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇനി പ്രമോദ് മണ്ണിൽത്തൊടി എന്ന ആളെ പറ്റി പറയാണ്. പ്രമോദ് മണ്ണിൽത്തൊടി 3 സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. 13 ചെറുകഥാ സമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട്. സാഹിത്യഭൂമി മാസികയുടെ ചീഫ് എഡിറ്ററാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പൊന്നാട അണിയിച്ച് മോസിതാർ സാറിനെ പ്രശസ്ത നടൻ ജയരാജ് വാര്യർ സാറാണ് ആദരിക്കുന്നത്. അദ്ദേഹത്തെയും ക്ഷണിക്കുകയാണ്. മോസിതാർ സാറിനെയും ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. ജയരാജ് വാര്യർ സാറിനെയും ക്ഷണിക്കുകയാണ്. മോസിതാർ സാർ സ്റ്റേജിൽ വരണം പ്ലീസ് സാർ. കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പൊന്നാട അണിയിക്കാൻ വേണ്ടിയിട്ട് സാറും കൂടെ ഒന്ന് സ്റ്റേജിലേക്ക് വന്ന് ഗീതം സംഗീത് പ്രസിഡന്റായ മുഹമ്മദ് റഷീദ് സാറിനെ കൂടി ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. മോസിതാർ സാർ സ്റ്റേജിലേക്ക് വരണം. നല്ല കയ്യടിയോട് കൂടി വേണം അദ്ദേഹത്തെ ആനന്ദിക്കാൻ വേണ്ടിയിട്ട്. പൊന്നാടി അണിഞ്ഞ് ആദരിക്കാൻ വേണ്ടി ജയരാജ് സാറിനെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. നല്ല സ്നേഹത്തോടെ വേണം കൈയടിക്കാൻ. പ്രമോദ് മണ്ണിൽത്തൊടിയാണ്. കൈയടി നിർത്തണ്ട കേട്ടോ, കൈയടിച്ചോളൂ. കാരണം നമ്മുടെ ഡോക്ടർ കുഞ്ഞുമൊയ്തീൻ കുട്ടി എന്ന വ്യക്തിയുടെ പിൻബലത്തിലാണ് മോഹൻ സിത്താർ സാറിനെ ആദ്യം പരിചയപ്പെടുന്നത്. ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുതിരും വേദനയിൽ ആൺകിളിയാക്കഥ പാടി എന്ന് നമ്മളെ കോളേജ് സമയങ്ങളിൽ നമ്മൾ ഒരുപാട് പാടി നടന്നിരുന്ന പാട്ടാണ്. അത് തിരുവനന്തപുരം മ്യൂസിയങ്ങളിലും മറ്റും ഒരുപാട് കവിതാക്കളുടെ ഒരുപാട് വലിയൊരു സംഭവമായിരുന്ന സംഗതിയായിരുന്നു. അന്നും ഈ മോഹൻ സിത്താർ സാറിനെ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അദ്ദേഹമായിരുന്നു നമ്മുടെ കോട്ടക്കൽ കുഞ്ഞുമൊയ്തീൻ കുട്ടിയുടെ വലിയ ഒരു സംഭാവനയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ 1 മുതൽ 0 വരെ എന്ന സിനിമയിൽ നമ്മുടെ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് കേരളക്കരയാകെ നമുക്ക് തന്നിട്ടുണ്ട്. പ്രണയകഥ പാടി വന്ന കുയിലേ പ്രമദവനമാടി വന്ന വയിലേ എന്ന് പാടുമ്പോഴും നമ്മൾ പ്രണയത്തിനെ കുറിച്ചിട്ടും പ്രകൃതിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വിരഹ ദുഃഖങ്ങളെല്ലാം തന്നെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് നമ്മുടെ കേരളക്കരയാകെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഈ വേദിയിൽ എൻ്റെ കൂടെ വെള്ളാരം കുന്നിലെ വെള്ളിമീനുകൾ എന്ന സിനിമയിലേക്ക് പോലീസ് സ്റ്റേഷൻ, പക്ഷെ ഞങ്ങൾ ഒരു ഷോട്ടിലൊപ്പം വന്നിട്ടില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ട
സുനിൽ സുഗത സാറാണ്. കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഞങ്ങൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് സ്ഥിരമായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ ജയരാജ് സാറ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വിനയൻ, ശിവജി ഗുരുവായൂരിലെ അനിയൻ വിനയൻ സാറുണ്ട്. വിനയൻ സാറിന്റെ അനിയനുണ്ട്. പിന്നെ വേഷം ചൈന ടൗണില് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പ്രദീപ് മുണ്ടുപറമ്പുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിമിൽ എൻ്റെ കൂടെയുള്ള നമ്മുടെ പരമേശ്വരൻ നമ്പൂതിരിപ്പാടുണ്ട്. പിന്നെ നമ്മുടെ ചങ്കരൻകുളം നമ്മുടെ മച്ചാൻ കമ്പനീസിലെ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കൾ, അതായത് നല്ല കലാകാരമുണ്ട്, കവിതകൾ എഴുതുന്ന ഒരുപാട് സുഹൃത്തുക്കൾ. ശിവാനന്ദൻ അയിരൂര്, അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം വരെ എനിക്ക് വളരെ മനോഹരമായിട്ട് പ്രകാശനം ചെയ്യാനുള്ള അവസരം ഒത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗീതം സംഗീതത്തിൻ്റെ റഷീദ് കിട്ടിയത് വളരെയധികം സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു വേദിയിൽ, പിന്നെ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട നിസരി നമ്മുടെ കൂടെ ഉണ്ട്. വളരെയധികം സന്തോഷമുണ്ട് ഈ വേദിയിൽ. താങ്ക് യു വെരി മച്ച്. ഞാൻ നന്ദി പറയുന്നു. അതുപോലെ പ്രണയ കഥ പാടി വന്നു തന്നെ എന്ന പാട്ട് ഞാൻ ദീപസ്തംഭ മഹാസ്ഥിരം എന്ന് പറഞ്ഞ പടത്തിലെ പാട്ട് ഞാൻ കമ്പോസ് ചെയ്തു. പിന്നെ ട്രാക്ക് പാടി. അപ്പോൾ മധു ഇത് കേട്ടിട്ട് ഇതിന് ഡയറക്ടർ മധു ഒരു മിനിറ്റ് വരാൻ പറഞ്ഞു. സത്യത്തിൽ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയാണ് എൻ്റെ ലൈഫിൽ സംഗീത ലോകത്തേക്ക് സെക്കൻഡ് കാവ്യപ്പ് ആയത്. അതിന് മധുവിനോടും അതിൻ്റെ പ്രൊഡ്യൂസറായ സലീം സത്തർ, അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ്റെ മകനാണ്. എന്നെ ആദ്യമായി സംഗീതം പഠിപ്പിച്ചത് KG സത്തർ മാഷാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അതിലത്തെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ മധുവിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. പ്രണയകഥ പാടി വന്നു തെന്നൽ എന്ന പാട്ട് സാർ ഇവിടെ പാടാൻ ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമയം അതിക്രമിച്ചു പോയി. പിന്നെ ഞാൻ ചെയ്ത പാട്ടുകൾ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, പാടിപ്പിക്കുന്നു, അതിനുശേഷം മറ്റൊരു പടം ചെയ്യുന്നു. അപ്പോൾ ആ പാട്ടുകളൊന്നും എൻ്റെ മനസ്സിനകത്ത് വെക്കാറില്ല. അതുകൊണ്ട് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. പ്രണയ കഥ പാടി വന്നു തെന്നൽ, ഇത്ര മാത്രം പാടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. അപ്പോൾ എല്ലാവരും അടുത്ത പരിപാടികൾ